ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ പാഠങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രേക്ഷിതയായ സഭ എന്ന 9-ാം പാഠമാണ്. പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചൊരുങ്ങാം. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളെല്ലാവരും അങ്ങേക്ക് സജീവമായ സാക്ഷ്യം വഹിച്ചുകൊണ്ടും പ്രത്യേകമായി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ടും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിയുടെ ബലികൾ സമർപ്പിച്ചുകൊണ്ടും അങ്ങയുടെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 2 വീഡിയോകൾ നമ്മൾ കണ്ടു. പാവപ്പെട്ടവരും നിരാലംബരും ദരിദ്രരും പ്രത്യാശയുടെ വെളിച്ചത്തിനായി കാത്തിരിക്കുന്ന ജനങ്ങൾ നിറഞ്ഞ ഒഡീഷയിലെയും ഡൽഹിയിലെയും പഞ്ചാബിലെയും ചേരിപ്രദേശങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും കടന്നു ചെല്ലുകയും അവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസവും ക്രിസ്തുവിൻ്റെ സ്നേഹവും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ? വേസ്റ്റ് കൂനകളിൽ വേസ്റ്റ് തപ്പി നടന്നിരുന്ന കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും അഡ്മിഷനൊക്കെ നൽകി വിദ്യാഭ്യാസവും മറ്റ് ജീവിത മാർഗങ്ങളും നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്ന നമ്മുടെ മിഷണറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു. വേസ്റ്റ് കൂനയിൽ ഭക്ഷണം തേടുന്ന അക്ഷരജ്ഞാനമില്ലാത്ത, രോഗം വന്നാൽ ചികിത്സിക്കുവാനായിട്ട് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത, നല്ല വീടുകളില്ലാത്ത അവിടുത്തെ ജനങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു കാണും അല്ലേ? എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിൽ വാഴുന്ന നാം നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും എത്രമാത്രം അസ്വസ്ഥതപ്പെടുന്നു. ഈ അവസരത്തിൽ ആലംബഹീനരും പീഡിതരും മറ്റുള്ളവരാൽ പരിത്യക്തരുമായ ഒരു സമൂഹത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായി മാറിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാൽ സാധിക്കുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോകളിൽ നിങ്ങൾ കണ്ട വൈദികരും സന്യസ്തരുമൊക്കെ എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ ജന്മനാടിനെയും വീടിനെയും ബന്ധുജനങ്ങളെയും ഒക്കെ വിട്ട് ദൂരസ്ഥലങ്ങളിലെത്തി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് എന്തിനാണ്? എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഈശോ ഉത്ഥാനശേഷം ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ദൗത്യമാണ് അവിടുന്ന് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചത്. ശിഷ്യന്മാർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി അവരുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ മാർത്തോമാ ശ്ലീഹ നമ്മുടെ മണ്ണിലെത്തി നമ്മെ ക്രിസ്തു ശിഷ്യരാക്കുകയും ചെയ്തു അല്ലേ? ശിഷ്യന്മാർക്ക് ശേഷം ഈ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നത് സഭയെയാണ്. അതായത് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യം ഇപ്പോൾ സഭയ്ക്കാണ്. അതുകൊണ്ടാണ് സഭ പ്രേക്ഷിതയാണെന്ന് പറയുന്നത്. സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ്. സഭ പ്രേക്ഷിതയാണെങ്കിൽ സഭാമക്കളായ നാം ഓരോരുത്തരും പ്രേക്ഷിതരാണ്. പ്രേക്ഷിതനായ ഒരാൾക്ക് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഒരു കടമയുണ്ട്. ഈ കടമ മനസ്സിലാക്കുന്നവരാണ് തങ്ങളുടെ വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ദൂരസ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും അവർക്ക് ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ട ആദ്യത്തെ പ്രേക്ഷിതനാണ് ഈശോ മിശിഹ. ഈശോ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തൻ്റെ തിരുസുതനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതെ, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. എന്തുകൊണ്ടാണ് നമുക്ക് രക്ഷ ആവശ്യമായി വന്നത്? പാപം മൂലം നാം ദൈവത്തിൽ നിന്നും അകന്നുപോയി അല്ലേ? അപ്പം നമ്മളെ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം.
പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിച്ച് വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് ഈശോ ഈ ലോകത്തിൽ അവതരിച്ചത്. തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഈശോ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാം. സമയം പൂർത്തിയായി, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത്. ഈശോ എങ്ങനെയാണ് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചത്? ഈശോ തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യകുലത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതം അവിടുന്ന് നിറവേറ്റി. ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കിയ രക്ഷയുടെ അനുഭവം ലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി. അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. സ്ലീഹന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. സ്ലീഹന്മാർ ചെന്നെത്തിയ സ്ഥലങ്ങളിലെല്ലാം ഓരോ സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുക്കുകയും ആ സഭാ സമൂഹങ്ങളിലൂടെ ഇന്നും ഈശോയുടെ പ്രേക്ഷിത ദൗത്യം തുടരുകയും ചെയ്യുന്നു. നാം ഓരോരുത്തരും ഈ സഭാ സമൂഹങ്ങളിലെ അംഗങ്ങളുമാണ്. ഇനി എന്താണ് ഈ സഭയുടെ പ്രേക്ഷിത ദൗത്യം? ഈശോയാണ് ലോകരക്ഷകനെന്നുള്ള സത്യം ലോകത്തെ മുഴുവൻ അറിയിക്കുക. ഈശോ നൽകിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈശോയെ അറിയിച്ചു കൊടുക്കുക. ഇതാണ് സഭയുടെ അല്ലെങ്കിൽ സഭാമക്കളായ നാം ഓരോരുത്തരുടെയും പ്രേക്ഷിത ദൗത്യം. 3 വിധത്തിലാണ് സഭ തൻ്റെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നത്. ഒന്നാമതായി, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത ഓരോരുത്തർക്കും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഓരോ സഭാമക്കൾക്കും കടമയുണ്ട്. രണ്ടാമതായിട്ട്, ഈശോയെപ്പറ്റി അറിഞ്ഞവരുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനുള്ള സുവിശേഷ പ്രബോധനം. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അനുദിനം നാം അർപ്പിക്കുന്ന ദിവ്യബലിയിലൂടെയും നാം സ്വീകരിക്കുന്ന കൂദാശകളിലൂടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെയും ഇടവകയിലൂടെയും കൂട്ടായ്മകളിലൂടെയും വൈദികരുടെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ വിശ്വാസം വളരുകയും നാം വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമതായി, സഭയെക്കുറിച്ചും മിശിഹായെക്കുറിച്ചും ഒക്കെ അറിയുകയും മാമോദീസ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ സഭാമക്കളെ പുനർസുവിശേഷവൽക്കരണം നടത്തി സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയുള്ള നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവരെയെല്ലാം ഈശോയിലുള്ള വിശ്വാസത്തിലേക്കും സഭയിലേക്കും നമ്മുടെ കൂട്ടായ്മകളിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നത് ഒക്കെ നമ്മുടെ കടമയാണ്. ഇങ്ങനെ 3 വിധത്തിൽ നമ്മിൽ നിക്ഷിപ്തമായ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി നമുക്ക് സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. സ്ലീഹന്മാരെ മിശിഹ വിളിച്ചതും തെരഞ്ഞെടുത്തതും പരിശീലിപ്പിച്ചതും നിയോഗിച്ചതും ഒക്കെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർക്ക് ധൈര്യവും വചനം പ്രസംഗിക്കുന്നതിനുള്ള ശക്തിയും വിവേകവും ഒക്കെ ലഭിച്ചത്. അങ്ങനെ അവർ പ്രേക്ഷിതരായി മാറി. പന്തക്കുസ്താ ദിനത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ സുവിശേഷ പ്രസംഗം കേട്ട് ഏകദേശം 3000 പേരോളം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവർ സുവിശേഷ പ്രഘോഷണത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രഘോഷണ വേളയിൽ ഉടനീളം പീഡനങ്ങളും ഞെരുക്കങ്ങളും മർദ്ദനങ്ങളും കാരാഗൃഹവാസവും അവർക്ക് കൂട്ടായിരുന്നു. എങ്കിലും ഇവയൊന്നും അവരുടെ സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമായി അവർ കരുതിയില്ല. അവർ ധീരതയോടെ മുന്നേറി. സ്ലീഹന്മാരുടെ പ്രേക്ഷിത വേലയുടെ ഫലമായി സഭ വളർന്ന് പുഷ്ടി പ്രാപിച്ചു. അംഗസംഖ്യ വർദ്ധിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് നോക്കിയാലോ. ആദ്യമായിട്ട് പഠിച്ചത് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന്. ഈശോയാണ് ദൈവത്താൽ അയക്കപ്പെട്ട ആദ്യത്തെ പ്രേക്ഷിതൻ. ഈശോ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ദൗത്യം നിറവേറ്റി മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഈശോ ഫലമേൽപ്പിച്ച ദൗത്യം സ്ലീഹന്മാരിലൂടെയും സഭയിലൂടെയും എങ്ങനെയാണ് തുടർന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. സഭ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നത് 3 വിധത്തിലാണെന്ന് നമ്മൾ കണ്ടു. അവസാനമായി സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നിങ്ങൾക്ക് തരുവാൻ പോകുന്ന പ്രവർത്തനം, ഒന്നാമത്തെ പ്രവർത്തനം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ 2 മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ നൽകിയിട്ടുണ്ടല്ലേ. ആ വീഡിയോകൾ നിങ്ങൾ വീണ്ടും നല്ല ശ്രദ്ധയോടെ 2 or 3 തവണ കണ്ടതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനം, ആ പ്രദേശങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി ടീച്ചേഴ്സിന് അയച്ചു തരണം. രണ്ടാമത്തെ പ്രവർത്തനം പേജ് നമ്പർ 55ഉം 56ഉം നിങ്ങൾ നന്നായിട്ട് വായിച്ച് വൺ വേർഡ് ആൻസറുകൾ ഉൾപ്പെടെ വലിയ ആൻസറുകളും ആ പാഠത്തിലെ നന്നായിട്ട് വായിച്ച് അടയാളപ്പെടുത്തി പഠിക്കുക. ഒരു നിമിഷം പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഒരു മിഷനറിക്ക് യോജ്യമായ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാർക്കിടയിലും ക്രിസ്തു സാക്ഷിയായി ജീവിക്കുവാനും അങ്ങയെ അറിയാത്തവർക്ക് അങ്ങയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദി.